ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ നമ്മളെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം 1 രാജാക്കന്മാർ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ദാവീദ് രാജാവിൻ്റെ ജീവിത അന്ത്യത്തോട് ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായി. ഇവിടെ ദൈവിക പദ്ധതി പ്രകാരം ശലോമോനെ രാജാവായി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ശലോമോൻ രാജാവാകുക മാത്രമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ച നല്ലൊരു നേതാവായി വളരുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നല്ല തുടക്കങ്ങൾ എത്രത്തോളം ഫലദായകമാണെന്നാണ് ശലോമോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവിക പദ്ധതി അനുസരിച്ച് നാം വളരുക. ഇവിടെ ദാവീദിന്റെ മകനായ അദോനിയാവ് സ്വയം രാജാവായി തീരുവാനുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തുകയുണ്ടായി. കൂടാതെ രാജകുമാരന്മാരായ തൻ്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയും ക്ഷണിച്ച് അവർക്ക് വലിയ വിരുന്ന് നൽകുകയുണ്ടായി. എന്നാൽ ഇവിടെ ശലോമോൻ രാജാവാകുക എന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ദൈവഹിതം മനസ്സിലാക്കിയ നാഥാൻ പ്രവാചകൻ, ദാവീദ്, ബത്ശേബ എന്നിവർ ചേർന്ന് ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനാൽ ആത്യന്തികമായ വിജയമുണ്ടാകുന്നത് മനുഷ്യരുടെ ശ്രമങ്ങൾക്കല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പദ്ധതിക്കാണ്. അങ്ങനെ ദൈവം നിശ്ചയിച്ച സ്ഥാനത്ത് എത്തണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും ആവശ്യമാണ്. അങ്ങനെ ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവിക പദ്ധതി അനുസരിച്ച് ശലോമോനെ രാജാവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നാമും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കി ആ പ്ലാനും പദ്ധതിയിലേക്കും വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ വളരേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, ദൈവിക ജ്ഞാനം നേടുക. മനുഷ്യബുദ്ധിയെയും അറിവിനെയും കവിയുന്ന ദൈവത്തിൻ്റെ അറിവും മാർഗനിർദ്ദേശവുമാണ് ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. കേവലം പുസ്തക ജ്ഞാനമല്ല, മറിച്ച് ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നും ലഭിക്കുന്ന ആത്മീയ ബോധമാണ്. ശലോമോനും ദൈവത്തോട് ചോദിക്കുന്നത് സമ്പത്തോ ശക്തിയോ ഒന്നുമല്ല, പിന്നെയോ നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതുപോലെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്നാണ്. ഇതിൽ ദൈവം സന്തോഷിക്കുകയും ശലോമോൻ രാജാവിന് ജ്ഞാനവും സമ്പത്തും മഹത്വവും എല്ലാം നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അതിനാൽ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് ജ്ഞാനം തരണമേ എന്ന്. അങ്ങനെയെങ്കിൽ ശലോമോനെ പോലെ ദൈവിക ജ്ഞാനം തേടുന്നവരായും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും കീഴടങ്ങി ജീവിക്കുന്നവരായും തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്കും സ്വർഗീയ ജ്ഞാനം നൽകണമേ. അങ്ങയുടെ വഴിയിൽ നടക്കുവാനും അങ്ങയുടെ പദ്ധതികൾക്ക് കീഴ്പ്പെടുവാനും ഞങ്ങളെയും അവിടുന്ന് ഇടയാക്കണമേ. അത്തരത്തിൽ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹകരമായ രീതിയിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.